പരമായിട്ട് ഇങ്ങനത്തെ ഒരു നിയമം ഉണ്ട് എങ്കിൽ ആ ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ അത്രയും അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണത്. അവരുടെ ഇടയിൽ അത്രയും സമയം അവർ അടുക്കട്ടെ, മാനസികമായി ശാരീരികമായിട്ട്. അതല്ലാതെ പിന്നെ അമ്മായിയുടെ നിയമങ്ങളും വല്യമ്മയുടെ നിയമങ്ങളും കുഞ്ഞിപ്പാടെ നിയമങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പലപ്പോഴും ഒന്നാമത് ഈ ആണത്തില്ലാത്ത പല ആണുങ്ങളും വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യമാരെ തട്ടി കളിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കും. അമ്മായിയോട് ചോദിക്കണം, കുഞ്ഞുമാരോട് ചോദിക്കണം, ഒരാഴ്ച മുമ്പ് പിന്നെ പരോളിന് ഹരിച്ചു കൊടുക്കണം, എന്നിട്ടൊക്കെ വേണം ഭാര്യനായിട്ട് എവിടേക്കൊക്കെ പോവാൻ. ഇതൊന്നും ശരിയായിട്ടുള്ള നിയമങ്ങളല്ല. നമുക്ക് വേണമെങ്കിൽ മാപ്പാടും മണൊക്കെ ചോദിക്കാൻ, സമ്മതം ചോദിക്കാൻ പോണേന്. അതല്ലാതെ എല്ലാ കുടുംബത്തിലും പല കുടുംബങ്ങളും ഭരിക്കുന്നത് ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഒപ്പിയമ്മ പോലല്ല. ചിലപ്പോ ജ്യേഷ്ഠന്മാർ ഭർത്താവിന്റെ ജ്യേഷ്ഠന്മാരാണ്, അതല്ലെങ്കിൽ ഉപ്പയുടെ ജ്യേഷ്ഠന്മാര്, അതല്ലെങ്കിൽ അമ്മായിമ്മമാര്. അവരുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ഇത്രയും കസറാമിയും പ്രശ്നങ്ങളും മരിക്കളായിട്ട് തീർക്കാണ്ട് അതൊന്നും തീരാതെ ഇവിടെ വന്നിട്ട് ഉപദേശിക്കുമ്പോൾ കുറച്ചെങ്കിലും ഉളുപ്പ് പറഞ്ഞ സാധനം വേണ്ടേ? നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. വിവാഹം കഴിഞ്ഞ് 7 ദിവസം ജമാഅത്തിന് പോലും പോവാതെ തന്റെ ഭാര്യയുമായിട്ട് വീട്ടിൽ നിസ്കാരം കഴിഞ്ഞുള്ള സമയം ചെലവഴിക്കാം എന്ന് മതം പറയുമ്പോ അത്രയും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണത്. അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലാതെ അകൽച്ച കിട്ടാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയുള്ള സമയത്ത് ഉച്ച സമയത്ത് വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടപ്പറയിലേക്ക് പോയാൽ അതിന് ബഹളം വെക്കുന്ന കുറെ അമ്മായിമ്മമാർ. എന്താ ഈ പകൽ എനിക്ക് റൂമിന്റെ ഉള്ളിൽ പണി? നാണുമാനുമില്ലേ? ആൾക്കാർ വന്ന് കണ്ടാൽ എന്താ പറയാ? ആൾക്കാർ വന്ന് കണ്ടാലാണോ ഈ ദാമ്പത്യമൊക്കെ എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നത്? ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ നമ്മുടെ വീട്ടിലെ മരുമക്കളെയും അതുപോലെ മകനെയൊക്കെ വളർത്തുന്നത്? പോകട്ടെ, ഇവിടെ പറയാനുള്ളത് ഇത്രയും മതപരമായിട്ട് ഇത്രയും ഭാര്യ ഭർത്താക്കന്മാർ അടുക്കണം, അവരൊരുപാട് സ്നേഹത്തോട് ജീവിക്കണം എന്ന് വെച്ചിട്ടാണ് തുടക്കത്തിൽ തന്നെ 7 ദിവസം ജമാഅത്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ട് അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് അവിടുന്ന് ജമാഅത്തായി നിസ്കരിച്ചിട്ട് നിങ്ങൾ കുറച്ച് സമയം ചെലവഴിക്കൂ. അത്രയും സമയം അവര് ദാമ്പത്യ ജീവിതത്തിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത്രയും മഹത്തരമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ മതത്തിലുള്ള സമയത്താണ് പല വീട്ടിലും ഒരു ഉച്ച സമയത്തൊക്കെ കിടപ്പറയിലേക്ക് പെൺകുട്ടികൾ പോയാൽ പകലൊക്കെ എന്താ അതിൻ്റെ ഉള്ളിൽ എനിക്ക് പണി, ഓൻ അവിടെ കിടക്കാച്ച കിടന്നോട്ടെ, ഇജ്ജും അവിടെ പോയിരിക്കണം, എനിക്ക് ഇവിടെ ഇരുന്നൂടെ. ആ ജോലി കഴിഞ്ഞിട്ട് അവർ എത്ര സമയം പിന്നെ ബാക്കിയുണ്ടോ അത്രയും സമയം അവർ കിടപ്പറയിൽ പോയിട്ട് ഭാര്യയും ഭർത്താവും തന്നെ ഒരുമിച്ചിരിക്കേണ്ടത്. ഭാര്യയും ഭർത്താവും തന്നെയാണ് കിടപ്പറയിൽ സമയം ചെലവഴിക്കേണ്ടത്.